ഉത്രാട ദിവസത്തിൽ പുലർച്ചെ കേൾക്കുന്ന ദാരുണമായ ഒരു അപകട വാർത്തയിലേക്കാണ്. കൊല്ലം ഓച്ചിറ വലിയ കുളങ്ങരയിൽ വാഹനാപകടത്തിൽ 3 പേരാണ് മരിച്ചത്. തേവലക്കര സ്വദേശി പ്രിൻസ് മക്കളായ അതുൽ, അൽക്ക എന്നിവരാണ് മരിച്ചത്. ജീപ്പും KSRTC ഫാസ്റ്റ് പാസഞ്ചറും കൂട്ടിയിടിക്കുകയായിരുന്നു. വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, കുടുംബം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. എങ്ങനെയാണ് അപകടമുണ്ടായത് എന്ന് സംബന്ധിച്ച വിവരങ്ങളുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, ഓച്ചിറ വലിയ കുളങ്ങരയിലാണ് അപകടമുണ്ടായത്. ഇന്ന് പുലർച്ചെ 6:30 കൂടിയായിരുന്നു 5 പേര് അടങ്ങുന്ന കുടുംബം സഞ്ചരിച്ച ജീപ്പാണ് എതിർദിശയിൽ വന്ന KSRTC വാഹനവുമായി കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ തന്നെ വാഹനം പൂർണ്ണമായും തകർന്നൊരു സാഹചര്യമാണ്. കാർ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ഇത് വണ്ടി ഓടിച്ചിരുന്ന പ്രിൻസിന്റെ മക്കളായ 3 പേർ, പിന്നെ ഭാര്യ, ഇങ്ങനെ 4 പേരുണ്ടായിരുന്നു. 5 പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നു. ഇതിൽ 3 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. 2 പേർ, ഭാര്യയും മകളും, പരിക്കുകളോടെ ആശുപത്രിയിൽ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. 6:30 കൂടിയായിരുന്നു അപകടം. ഈ അപകട കാരണം പോലീസ് പറയുന്നത് ജീപ്പ് അമിത വേഗതയിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഉറങ്ങിപ്പോയതാകാം ഒരുപക്ഷെ ഈ ഒരു അപകട മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിൽ നിന്ന് കിട്ടുന്നത് പ്രാഥമിക വിവരം. എന്തായാലും ഇപ്പോൾ ഈ ഗുരുതര പരിക്കുകളോട് ചികിത്സയിൽ കഴിയുന്ന പ്രിൻസിന്റെ ഭാര്യയും കുട്ടിക്കും വീണ്ടും തുടർ ചികിത്സ, അതായത് അടിയന്തരമായിട്ടുള്ള ചികിത്സകൾ ആവശ്യമായ വരികയാണെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയേണ്ടിയിരുന്നത്. എന്തായാലും അതിദാരുണമായ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്ന് ഉത്രാട ദിവസം തന്നെ പുലർച്ചെ വന്നത്. ഉത്രാട ദിവസത്തിൽ പുലർച്ചെയാണ് അപകടമുണ്ടായത്. തേവലക്കര സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച ഥാർ ജീപ്പ് KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, അമിത വേഗത്തിലെത്തുന്ന ജീപ്പ് വാഹനത്തിലേക്ക് ഇടിച്ച് കയറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒരു പക്ഷേ വാഹനം ഓടിച്ചിരുന്ന പ്രിൻസ് ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉൾപ്പെടെ ഉള്ളത്.